നമസ്കാരം. പ്രധാന വാർത്തകൾ. നവീൻ ബാബുവിന്റെ ഭാര്യ പത്തനംതിട്ട കളക്ടറേറ്റിൽ ജോലിയിൽ പ്രവേശിച്ചു. കണ്ണൂർ ADM-ആയിരിക്കെ മരിച്ച നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പത്തനംതിട്ട കളക്ടറേറ്റിൽ ജോലിയിൽ പ്രവേശിച്ചു. പത്തനംതിട്ട കളക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ടായാണ് ചുമതലയേറ്റത്. ഭൂരേഖ തഹസിൽദാരുടെ ചുമതലയാണ് വഹിക്കുക. കോന്നി തഹസിൽദാരായ മഞ്ജുഷ പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് സ്ഥലമാറ്റം ആവശ്യപ്പെടുകയായിരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെയാണ് സ്ഥലമാറ്റം ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത്. കൂടുതൽ സൗകര്യപ്രദമായി ജോലി ചെയ്യുന്നതിന് പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റം വേണമെന്നായിരുന്നു അഭ്യർത്ഥന. കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള വിമാനത്തിൽ സാങ്കേതിക തകരാർ. പറന്നുയർന്ന ഉടൻ നിലത്തിറക്കി. ചെന്നൈ കൊച്ചി സ്പൈസ് ജെറ്റ് വിമാനം അടിയന്തരമായി നിലത്തിറക്കി. കൊച്ചിയിൽ നിന്ന് ഇന്ന് രാവിലെ പറന്നുയർന്നതിന് പിന്നാലെയാണ് വിമാനം നിലത്തിറക്കിയത്. 147 യാത്രക്കാരുണ്ടായിരുന്ന വിമാനത്തിൽ പറന്നുയർന്നയുടൻ സാങ്കേതിക തകരാർ കണ്ടെത്തിയതോടെയാണ് നിലത്തിറക്കിയത്. പ്രശ്നം പരിഹരിക്കാൻ ശ്രമം തുടങ്ങി. ഇന്ന് ഈ സർവീസ് റദ്ദാക്കിയെന്ന് വിമാന കമ്പനി അറിയിച്ചു. ഇന്ന് വൈകിട്ടത്തേക്കോ നാളത്തെയോ വിമാനത്തിൽ പോകാൻ കഴിയുന്നവർക്ക് ടിക്കറ്റ് നൽകുമെന്നും ബാക്കിയുള്ളവർക്ക് പണം തിരിച്ചു നൽകുമെന്നും സ്പേസ് ജെറ്റ് അറിയിച്ചു. പെരിയാറിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ആലുവ പട്ടേരിപ്പുറം അറവച്ചപ്പറമ്പിൽ അജയാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. അഗ്നിശമന സേനയും സ്കൂബ ടീമും ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം. സുഹൃത്തുക്കൾക്കൊപ്പം ഫൈബർ ബോട്ടിൽ ചൂണ്ടയിടുന്നതിനിടെ വഞ്ചി മുങ്ങുകയായിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന മറ്റു 3 പേർ രക്ഷപ്പെട്ടിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ശബരിമല തീർത്ഥാടകരുടെ ഇടയിലേക്ക് വാഹനം പാഞ്ഞുകയറി. 3 തീർത്ഥാടകർക്ക് പരിക്ക്. പത്തനംതിട്ട പമ്പാവലി കണമല പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. തമിഴ്നാട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ എരുമേലി ആശുപത്രിയിൽ ചികിത്സയിലുള്ള തീർത്ഥാടകരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. വഴിയരികിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന തീർത്ഥാടകർക്കിടയിലേക്ക് നിയന്ത്രണം വിട്ടെത്തിയ കാർ പാഞ്ഞു കയറുകയായിരുന്നു. ശബരിമല ദർശനം നടത്തി മടങ്ങിപ്പോവുകയായിരുന്ന ചങ്ങനാശ്ശേരി സ്വദേശിയുടെ കാറാണ് നിയന്ത്രണം വിട്ട് അപകടമുണ്ടാക്കിയത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് വിലയിരുത്തൽ. കായംകുളത്ത് തിരുമുടിയും കണ്ണാടി ബിംബവുമായി കള്ളൻ. ഓടിച്ചിട്ട് പിടിച്ച് നാട്ടുകാർ. വരമ്പത്ത് ദേവീക്ഷേത്രത്തിലെ തിരുമുടിയും കണ്ണാടി ബിംബവും മോഷ്ടിച്ചു കൊണ്ടുപോയി യുവാവിനെ പിടികൂടി. പുതിയവിള വടക്കൻ കോയിക്കൽ ദേവീക്ഷേത്രത്തിന് സമീപം വെച്ച് ഇന്ന് വെളുപ്പിന് 3 മണിയോടെയാണ് നാട്ടുകാരായ യുവാക്കൾ കള്ളനെ പിടികൂടിയത്. തുടർന്ന് പോലീസിൽ ഏൽപ്പിച്ചു. മുതുകുളം തെക്ക് ശരത്കുമാറിനെ കനകക്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു.